കേരളത്തിന്റെ ഭിന്നശേഷി സൗഹൃദ അന്തരീക്ഷം തകർക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതെന്ന് കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ. ഡിസംബർ 27-ന് കുളപ്പുള്ളിയിൽ ചേരുന്ന ജില്ലാ സമ്മേളനം ഭാവി പരിപാടികൾ തീരുമാനിക്കുമെന്നും KRTE ജില്ലാ സെക്രട്ടറി ദീപ ജോസഫ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അവധിക്കാലങ്ങളിൽ പോലും റിസോഴ്സ് ടീച്ചർമാർക്ക് അധ്വാനമേറെയാണെന്നും കൂടുതൽ പരിചരണം ആവശ്യമായി വരുന്ന ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികളെ പരിചരിക്കുന്ന ടീച്ചർമാരെ കേന്ദ്രം അവഗണിക്കുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. അശാസ്ത്രീയ പാഠ്യപദ്ധതി പരിഷ്കരണം, ഫണ്ട് വെട്ടിക്കുറയ്ക്കൽ തുടങ്ങിയ കേന്ദ്ര നടപടികൾ ഭിന്നശേഷി സൗഹൃദ അന്തരീക്ഷം തകർക്കുകയാണെന്നും ദീപ ജോസഫ് പറഞ്ഞു. മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നത് ഇന്റലക്ച്വലി ഡിഫറെന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക്, ഹിയറിംഗിലി ഇംപയർഡ് ആയിട്ടുള്ള കുട്ടികൾക്ക്, വിഷ്വലി ഇംപയർഡ് ആയിട്ടുള്ള കുട്ടികൾക്ക്, ഇത്തരം കുട്ടികൾ ഓർത്തോ അസ്ഥിപരമായ പ്രശ്നങ്ങളുള്ള കുട്ടികൾക്ക് ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് മെഡിക്കൽ ക്യാമ്പുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. ജില്ലയിലുള്ള ഗവൺമെൻറ് ഡോക്ടേഴ്സിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ മെഡിക്കൽ ക്യാമ്പുകൾ സന്ദർശിക്കുക. നമ്മൾ ചെയ്യുന്ന മെഡിക്കൽ ക്യാമ്പുകളിൽ കണ്ടെത്തിയിട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ SSK വഴി നമ്മൾ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഉപകരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അത് ഓർത്തോപീഡിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ ഉപകരണങ്ങൾ രണ്ട് തരത്തിലാണ്. കസ്റ്റമൈസ്ഡ് ഓർത്തോപീഡിക് ഉപകരണങ്ങളും നോൺ കസ്റ്റമൈസ്ഡ് ഉപകരണങ്ങളും കുട്ടികൾക്ക് ആവശ്യമുള്ള രീതിയിൽ അവർക്ക് എന്താണോ ആവശ്യം, അവർക്ക് എന്താണോ ബുദ്ധിമുട്ടുള്ളത്, ആ കാര്യങ്ങളെ ഒന്ന് റെക്ടിഫൈ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് K. ജിഷ, K. സംഗീത എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.